ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വെഡ്ഡിങ് കേക്ക് എല്ലാം എപ്പോഴും ഓർഡർ വരാനുള്ള സമയമാണ്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോണതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത് ഫാമിലിയിൽ തന്നെ ഒരു വെഡ്ഡിങ് ഉണ്ട്, അപ്പോൾ അതിന് പോയിട്ട് സെറ്റ് ചെയ്യാണ്. പിന്നെ ചെറിയൊരു വെഡ്ഡിങ് കേക്ക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ മുറ്റത്തൊക്കെ നിറയെ പാറ്റകളാണ് കേട്ടോ. ഇപ്പം മഴ ഈ പെയ്യണതുകൊണ്ട് തന്നെ പാറ്റകളെ ശല്യം അത്യാവശ്യമുണ്ട്. അപ്പോൾ ലൈറ്റ് ടച്ച് കഴിഞ്ഞാൽ ഫുൾ പാറ്റകൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ബാക്കി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 കിലോ കേക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 12 എഗ്ഗ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിതിനെ ബീറ്റ് ചെയ്യാൻ പോണത്. 12 എഗ്ഗ് ഉണ്ട്, പിന്നെ 3 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്, പിന്നെ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അത് ബേക്ക് ചെയ്യാനും വെച്ചു. എന്നിട്ട് പിന്നെ ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഞാനിതിനെ കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രം കോട്ടിങ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഇതിന് വാനിലയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ മോൻ ഇവിടെ വന്നിട്ട് അവന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണുണ്ട്. അപ്പോൾ ഒരു കേക്ക് ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള കേക്ക് 9 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 7 ഇഞ്ചിലുള്ള കേക്കാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 4 ഇഞ്ചിലുള്ള കേക്ക് കേട്ടോ. 7 ഇഞ്ചിൻ്റെ കേക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് സ്പേസർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ടോപ്പിലുള്ള കേക്ക് വന്നിട്ടുള്ളത് 4 ഇഞ്ചിൽ കേട്ടോ. അപ്പോൾ സ്പേസറിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 6 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ചിലുള്ള കേക്കിന് ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തു. അതുപോലെ 9 ഇഞ്ചിലുള്ളതിനും ക്രം കോട്ടിങ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ 3 ടയറാണ് നമുക്കിപ്പോൾ കേക്ക് പോയി സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് ഈ മുകളിൽ ഇരിക്കുന്ന കേക്കാണ്. ഈ 3 കേക്കുകളാണ് കേട്ടോ. പിന്നെ താഴെ വന്നിട്ടുള്ളത് ഒരു 1.5 കിലോയിലുള്ള വെഡ്ഡിങ് കേക്കാണ്. അത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വെഡ്ഡിങ് കേക്കിൻ്റെ 1.5 കിലോയിലാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് 7 ഇഞ്ചിലും മുകളിലായിട്ട് 5 ഇഞ്ചിലുമാണ് കേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിലും പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പറുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഇറക്കിയതിലുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് ഞാനിതിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെയും മുകളിലും താഴത്തെ 2 കേക്കുകളാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ സ്പേസർ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലുള്ള കേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 കേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഡെക്കറേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് 2 കേക്കും. ഇനി ഈ വൈറ്റും റെഡും കോമ്പിനേഷനിലുള്ളതിൻ്റെ മുകളിലാണ് സ്പേസർ വരുന്നത്. അപ്പോൾ വൈറ്റും പിങ്കും കോമ്പിനേഷനിലുള്ള കേക്ക് ഇപ്പോൾ ഡെലിവറി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിന് മുന്നായിട്ട് തന്നെ ടോപ്പിലുള്ള കേക്ക് വൈറ്റ് റെഡ് കോമ്പിനേഷനിലുള്ള കേക്കിനെ ഞാനിവിടെ ടോപ്പിലുള്ള ടയറും നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു 1.5 കിലോയിലുള്ള കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പാക്ക് ചെയ്യണേ. അപ്പോൾ 1 kgൻ്റെ 2 ബോക്സുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്യണത്. നമ്മൾ ഈ 1.5 കിലോ കേക്കിനൊന്നും സെപ്പറേറ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മളെടുത്തുള്ള ഈ ഒരു 1 kg കേക്കിൻ്റെ ബോക്സ് തന്നെ ജോയിൻറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. അതിന് നമ്മൾ 2 ടയർ കേക്കിൻ്റെ ബോക്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഓട്ടോയിലാണ് ഈ ഒരു കേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡെലിവറി എല്ലാം ഇതുപോലെ ഓട്ടോയിൽ കൊടുത്ത് വിടാറാണ് കേട്ടോ. അപ്പോൾ 2 ടയർ കേക്ക് ആണെങ്കിൽ താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം അത് കൊണ്ടുപോയതിൻ്റെ ശേഷം ഞാനിവിടെ സ്പേസറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്പേസറിൽ ഫ്ലവേഴ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ടോപ്പിലായിട്ട് ടോപ്പർ വെച്ച് കൊടുക്കാനുള്ളതും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ LED കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നൈഫും കാര്യങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കുക. അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഇപ്പോൾ വെഡ്ഡിങ്ങിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്ക് ആയിട്ടുള്ളത് ഞാൻ പാക്ക് ചെയ്യണില്ല.
താഴെ ഭാഗത്ത് 3 kg ആണ് വന്നിട്ടുള്ളത് ബേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്യണില്ല കേട്ടോ. പാക്ക് ചെയ്യാൻ അതിൻ്റെ ബോക്സ് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കാമെന്ന് വെച്ചു. വണ്ടിയിൽ ആണ് ഡിക്കിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെഡ്ഡിങ് എല്ലാം ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കേക്ക് കട്ടിങ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് വരികയാണേ. അപ്പോൾ ഇപ്പോൾ ടേബിളെല്ലാം ഒന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടക്കാണ് കേട്ടോ. അപ്പോൾ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇത് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ സ്പേസറും റെഡിയാക്കിയിട്ട് അതോടുകൂടി നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കേക്ക് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിന് അവിടെ എത്തുന്നതായിരിക്കും നല്ലത്. ഒരുപാട് നേരത്തെ പോയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ ഇരുന്നിട്ട് കുട്ടികളൊക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് ടൈമിന് ചെയ്യുക. പിന്നെ ചില വെഡ്ഡിങ്ങിനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണത് കുറച്ചൊരു റിസ്ക്കാണ്, ഒരു ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഫസ്റ്റ് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും, ഒരു വിറയലൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. ചെയ്തൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇഷ്ടമുള്ള വർക്കായി മാറും ഈ അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിലുള്ള കേക്കും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു 4 ടയർ വെഡ്ഡിങ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തത് വന്നിട്ടുള്ളത് സ്പേസർ എന്നാണ് പറയുക. ഈ ഒരു സ്പേസർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ഇത് ട്രെൻഡിങ് ആയിരുന്നു, പക്ഷെ അത് അത്ര ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടുമിക്ക കേക്കുകളിലും ഈ ഒരു സ്പേസർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസർ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടാണ്, തെംസി ബേക്സിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാങ്ങിക്കുക. അതുപോലെ ഇൻസ്റ്റയിൽ ഒരുപാട് ഓൺലൈനായിട്ടുള്ള സെയിലുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഇപ്പോൾ ഈ ഒരു സ്പേസർ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ. പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസും അതുപോലെ വിശേഷങ്ങളും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്